ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഒരു കഥ പറയാം. പണ്ട് മൃഗണ്ഡമുനി എന്ന് പറയുന്ന ഒരു മുനി ഉണ്ടായിരുന്നു. ആ മുനിക്കും ഭാര്യയ്ക്കും വളരെ കാലം കുട്ടികളില്ലായിരുന്നു. ഇവർ വൃദ്ധരായി. ആ സമയത്ത് മുനിക്കും പത്നിക്കും വലിയ സങ്കടമുണ്ടായി. കാരണം തങ്ങളുടെ വംശപരമ്പര നിലനിർത്തുന്നതിന് തങ്ങൾക്കൊരു കുട്ടിയില്ലാതായി പോയല്ലോ എന്ന വലിയ സങ്കടം അവർക്ക് രണ്ടുപേർക്കും ഉണ്ടായി. അങ്ങനെ ഈ മുനി, മൃഗണ്ഡമുനി, ഭഗവാൻ പരമശിവനെ തപസ് ചെയ്യുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ മൃഗണ്ഡമുനിയുടെ തപസ്സിൽ സംപ്രീതനായ ഭഗവാൻ പരമശിവൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ചോദിക്കുകയാണ്, എന്താണ് അവിടത്തേക്ക് വേണ്ടത്? ഉടനെ മൃഗണ്ഡമുനി പറഞ്ഞു, എനിക്ക് എൻ്റെ വംശപരമ്പര നിലനിർത്തുന്നതിനായിട്ട് ഒരു സന്താനത്തെയാണ് ആവശ്യമെന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ പരമശിവൻ മൃഗണ്ഡമുനിയോട് ചോദിക്കുകയാണ്, അങ്ങേക്ക് ബുദ്ധിമാനായ ഒരു സന്താനത്തെയാണോ വേണ്ടത്, അതോ ബുദ്ധി കുറഞ്ഞ ഒരു സന്താനത്തെയാണോ വേണ്ടത്? ബുദ്ധിമാനായ സന്താനത്തെയാണെങ്കിൽ ആ സന്താനത്തിന് ആയുസ് വളരെ കുറവായിരിക്കും. 16ാമത്തെ വയസ്സിൽ അദ്ദേഹം മരണപ്പെടും. 16 വയസ്സ് വരെ പ്രായം മാത്രം ജീവിക്കുന്ന ഒരു ബുദ്ധിമാനായ പുത്രനെയാണോ അങ്ങേക്ക് വേണ്ടത്, അതോ ബുദ്ധിയില്ലാത്ത ഒരുപാട് ദീർഘായുസ്സുള്ള ഒരു മകനെയാണോ അങ്ങേക്ക് വേണ്ടത് എന്ന് ചോദിക്കുന്നു. മുനി ആകെ വിഷമിക്കുന്നു. എന്നിട്ട് കുറച്ചു നേരം ആലോചിച്ചിട്ട് പറയുകയാണ്, എനിക്ക് ജ്ഞാനിയായ മകനെ മതി, ആയുസ് കുറഞ്ഞാലും സാരമില്ല, ജ്ഞാനിയായ മകനെ മതി എന്ന് പറയുന്നു. അങ്ങനെ ഭഗവാൻ പരമശിവൻ മൃഗണ്ഡമുനിയെ അപ്രകാരം അനുഗ്രഹിച്ചു. കുറച്ചു കാലങ്ങൾക്ക് ശേഷം മുനിപത്നി പ്രസവിക്കുന്നു. ഒരു അതീവ ശിവഭക്തനായ, പുരാണങ്ങളും വേദങ്ങളുമെല്ലാം പെട്ടെന്ന് ഗ്രഹിക്കാൻ കഴിയുന്ന അതീവ ബുദ്ധിമാനായ നല്ലൊരു സൽസന്താനത്തെയാണ് മൃഗണ്ഡമുനിക്കും പത്നിക്കും ലഭിച്ചത്. ചെറുപ്രായത്തിൽ തന്നെ ഇദ്ദേഹം ഒരുപാട് പുരാണങ്ങളും വേദങ്ങളുമെല്ലാം പഠിച്ചു. വലിയ ഭക്തിയുള്ളവനാണ്, മറ്റുള്ളവരെ ബഹുമാനിക്കാൻ ഉള്ള കഴിവുള്ളവനാണ്. അങ്ങനെ എല്ലാവർക്കും കണ്ണിലുണ്ണിയായി ആ കുട്ടി വളരുകയാണ്. ആ കുട്ടിയുടെ പേരാണ് മാർക്കണ്ഡേയൻ. കുറച്ചു കാലങ്ങൾക്ക് ശേഷം മുനിക്ക് വലിയ സങ്കടമായി, അതായത് മൃഗണ്ഡമുനിക്കും പത്നിക്കും. കാരണം കുട്ടിയുടെ ഈ കളിയും ചിരിയും സൽ സ്വഭാവവുമെല്ലാം കണ്ടിട്ട് മതി മറക്കുകയാണ് ആര്? മൃഗണ്ഡമുനി. പക്ഷേ ആ സമയത്ത് ആ സന്തോഷം കണ്ട് അദ്ദേഹം ആ സന്തോഷത്തിൽ മതി മറക്കുമ്പോഴാണ് പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് ആ വലിയ ദുഃഖത്തിൻ്റെ കാര്യം ഓർമ്മ വരുന്നത്. കാരണം ഈ സന്തോഷമൊക്കെ വളരെ കുറച്ച് കാലത്തേക്കല്ലേ ഉള്ളൂ. എൻ്റെ മകന് വെറും 16 വയസ്സ് വരെ മാത്രമേ ജീവിച്ചിരിക്കാനുള്ള ഭാഗ്യമുള്ളല്ലോ എന്നോർത്ത് അദ്ദേഹവും പത്നിയും വിഷമിച്ചിരിക്കുകയാണ്. ഒരു ദിവസം കുഞ്ഞു മാർക്കണ്ഡേയന് മനസ്സിലാകുന്നു തൻ്റെ അച്ഛനും അമ്മയ്ക്കും എന്തോ വലിയ വിഷമമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അച്ഛനോടും അമ്മയോടും ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. ആ സമയത്ത് മൃഗണ്ഡമുനിയും പത്നിയും മാർക്കണ്ഡേയനോട് പറയുകയാണ്, കുഞ്ഞെ, ഇതുപോലൊരു കാര്യമുണ്ട്. നിനക്ക് 16 വയസ്സ് വരെ മാത്രമേ ആയുസുള്ളൂ. ഭഗവാനാണ് അനുഗ്രഹിച്ച് നിന്നെ ഞങ്ങൾക്ക് തന്നത്. അപ്പോൾ ഈ രീതിയിലാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്നു. അപ്പോൾ മാർക്കണ്ഡേയൻ പറയുകയാണ്, അങ്ങേക്ക് പുത്രനെ തന്നത് ശിവഭഗവാനല്ലേ? അങ്ങ് പറഞ്ഞിട്ടില്ലേ ഭഗവാനോട് മനസ്സുരുകി പ്രാർത്ഥിക്കുന്ന ഏതൊരു ഭക്തൻ്റെയും പ്രാർത്ഥന ഭഗവാൻ കേൾക്കുമെന്ന്. അപ്പോൾ അങ്ങയുടെ പ്രാർത്ഥന ഭഗവാൻ കേട്ടില്ലേ? അതുപോലെ തന്നെ എൻ്റെ പ്രാർത്ഥനയും ഭഗവാൻ കേൾക്കും. എനിക്ക് ആയുസ് നീട്ടിത്തരണമേ എന്ന് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ മുനിയും മുനിപത്നിയും മകനെ അനുഗ്രഹിക്കുന്നു. അതിനുശേഷം കുഞ്ഞു മാർക്കണ്ഡേയൻ മണ്ണുകൊണ്ട് ഒരു ശിവലിംഗം ഉണ്ടാക്കുകയും ആ ശിവലിംഗത്തിൽ അർച്ചന ചെയ്യുകയും അവിടെ ഇരുന്ന് തപസ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ മാർക്കണ്ഡേയന് 16 വയസ്സാകുന്നു.
ആ സമയത്ത് യമധർമ്മൻ തൻ്റെ അനുചരന്മാരെ മാർക്കണ്ഡേയനെ തിരിച്ചു വിളിച്ചുകൊണ്ട് വരാനായിട്ട് വിടുന്നു. പക്ഷേ യമധർമ്മൻ്റെ അനുചരന്മാർക്ക് മാർക്കണ്ഡേയൻ്റെ അടുത്തേക്ക് എത്താനായിട്ട് പറ്റുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ചുറ്റും ഒരു പ്രഭാവലയം പോലെ ഒരു സംരക്ഷണ കവചം ഭഗവാൻ തീർത്തിട്ടുണ്ടായിരുന്നു. കാരണം തപസ്സിൻ്റെ ശക്തിയാണ്. അപ്പോൾ അവർക്ക് അദ്ദേഹത്തെ കൊണ്ടുവരാനായിട്ട് പറ്റിയില്ല. ആ കാന്തിക വലയം ഭേദിച്ച് അകത്തേക്ക് പോകാനായിട്ട് യമധർമ്മൻ്റെ അനുചരന്മാർക്ക് പറ്റിയില്ല. ഈ വിവരം അവർ തിരികെ ചെന്ന് യമരാജനോട് പറയുന്നു. അങ്ങനെ യമരാജൻ സ്വയം അവിടെ മാർക്കണ്ഡേയനെ കൊണ്ടുപോകാനായിട്ട് വരികയാണ്. അങ്ങനെ വന്നിട്ട് യമധർമ്മനും അങ്ങോട്ടേക്ക് അടുക്കാനായിട്ട് പറ്റുന്നില്ല. മാർക്കണ്ഡേയൻ്റെ ചുറ്റിനും ഒരു കാന്തിക വലയം സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു ഭഗവാൻ. ആ തപസ്സിൻ്റെ ശക്തിയാണ് അങ്ങനെ വന്നത്. അപ്പോൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന കയറുകൊണ്ട് മാർക്കണ്ഡേയനെ ഒരു കുരുക്കിടുന്നു. എന്നിട്ട് പറയുന്നു, വരൂ, എൻ്റെ കൂടെ വരൂ എന്ന് പറയുന്നു. അപ്പോഴേക്കും മാർക്കണ്ഡേയൻ വരില്ല എന്നും പറഞ്ഞ് ശിവലിംഗത്തെ കെട്ടിപ്പിടിക്കുന്നു. അപ്പോൾ ഈ കുരുക്ക് ശിവലിംഗത്തെയും കൂടെ ചേർത്തിട്ടാണ് ഈ കുരുക്ക് വീണിരിക്കുന്നത്. മാർക്കണ്ഡേയനെയും ശിവലിംഗത്തെയും കൂടി ചേർന്നിട്ടാണ് ആ കുരുക്കിങ്ങനെ വീണ് കിടക്കുന്നത്. അപ്പോൾ യമധർമ്മൻ വരില്ല, മാർക്കണ്ഡേയൻ വരില്ല എന്ന് പറയുമ്പോൾ ദേഷ്യത്തിൽ ഈ കയറുകൊണ്ട് പിടിച്ചു വലിക്കുന്നു. ആ സമയത്ത് ശിവലിംഗം ഇളകുന്നു. അപ്പോഴേക്കും ഭഗവാൻ ശ്രീ പരമേശ്വരൻ അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. അദ്ദേഹത്തിന് അതീവ കോപിഷ്ഠനായിട്ടാണ് അദ്ദേഹം അവിടെ പ്രത്യക്ഷപ്പെട്ടത്. അപ്പോഴേക്കും യമധർമ്മൻ്റെ നേരെ അദ്ദേഹം കോപാകുലനായി ചോദിക്കുകയാണ്, എൻ്റെ ഭക്തനെ എന്ത് ധൈര്യത്തിലാണ് നിനക്ക് കൊണ്ടുപോകാൻ കഴിയുന്നത്? എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ച് അദ്ദേഹം വലിയ കോപാകുലനാവുകയും യമധർമ്മനെ വധിക്കുകയും ചെയ്യുന്നു. ആ സമയത്ത് ബ്രഹ്മാവും ദേവേന്ദ്രനും നാരദരുമൊക്കെ അവിടെ പ്രത്യക്ഷപ്പെടുന്നു. എന്നിട്ട് പറയുന്നു, അങ്ങനെ അങ്ങ് ചെയ്യല്ലേ, കാരണം യമധർമ്മൻ ഈ ഭൂമിക്ക് ആവശ്യമാണ്, എങ്കിൽ മാത്രമേ നമ്മുടെ ഈ പ്രപഞ്ചം നിലനിൽക്കുകയുള്ളൂ എന്ന് പറയുന്നു. അപ്പോഴേക്കും ഭഗവാൻ ശാന്തനാകുന്നു. എന്നിട്ട് ഇവരുടെ വാക്ക് കേട്ടപ്പോൾ മഹാദേവന് മനസ്സിലാകുന്നുണ്ട് എന്ത്, ദേഷ്യത്തിൽ അങ്ങനെ ചെയ്തതാണ്. പക്ഷേ യമധർമ്മൻ്റെ ഒരു ആവശ്യം എന്താണെന്ന് മഹാദേവൻ അറിയാം. ഇവരുടെ വാക്കും കൂടെ കേട്ടപ്പോഴേക്കും അദ്ദേഹം ശാന്തനാവുകയും അങ്ങനെ യമധർമ്മനെ ജീവിപ്പിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം മാർക്കണ്ഡേയനെ അനുഗ്രഹിക്കുകയാണ്. മാർക്കണ്ഡേയ, നിനക്ക് ഒരിക്കലും മരണമുണ്ടാവുകയില്ല, അമരത്വമാണ് നിനക്ക് ഞാൻ തരുന്നത്. നീ സമാധാനത്തെ നിൻ്റെ വീട്ടിലേക്ക് പോയി അച്ഛനോടും അമ്മയോടും ഈ വിവരം പറയുക എന്ന് പറഞ്ഞ് മാർക്കണ്ഡേയനെ ഭഗവാൻ അനുഗ്രഹിക്കുകയാണ്. അങ്ങനെ മാർക്കണ്ഡേയ മുനിക്ക് അമരത്വമാണ് ഭഗവാൻ കൊടുത്തത്. ഇവിടെ ആ കുഞ്ഞു മാർക്കണ്ഡേയൻ്റെ നിഷ്കളങ്കമായ ഭക്തിയാണ് ഇവിടെ ഭഗവാൻ കാണിച്ചു തന്നിരിക്കുന്നത്. നമ്മൾ ഭഗവാനെ കളങ്കമില്ലാത്ത മനസ്സോടുകൂടി പ്രാർത്ഥിച്ചാൽ ശ്രീ പരമേശ്വരൻ നമുക്ക് വേണ്ട എല്ലാ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യും എന്നാണ് ഈ കഥയിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. 18 പുരാണങ്ങളിൽ ഏറ്റവും പഴയ പുരാണങ്ങളിലൊന്നാണ് മാർക്കണ്ഡേയ പുരാണം. വലിയ വിശേഷപ്പെട്ട പുരാണമാണ്. ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത കണക്കിലെടുത്തുകൊണ്ടാണ് ഈ കഥ ഞാൻ പറഞ്ഞത്. എല്ലാവരും പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുക. ഉറങ്ങാതിരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്നവരൊക്കെ അങ്ങനെ ചെയ്യുക. അസുഖമുള്ളവർ പറ്റുന്നിടത്തോളം സമയം ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുക, പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. ഇന്ന് ഉറക്കമളച്ചിരുന്ന് ഭഗവാനെ പ്രാർത്ഥിക്കുന്നവർ നാളെ രാവിലെ 6:30 ശേഷം, വീട്ടിലിരുന്നാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ നാളെ രാവിലെ 6:30 ശേഷം കുളിച്ചിട്ട് നിങ്ങൾ വിളക്ക് കത്തിച്ചിട്ട് നമ്മളുടെ വ്രതം അവസാനിപ്പിക്കണം. അതിനുശേഷവും ശുദ്ധാഹാരത്തിൽ തന്നെ ഇരിക്കണം. പകൽ മുഴുവൻ ഉറങ്ങരുത്. സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ച് വീണ്ടും പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചതിന് ശേഷം നമുക്ക് ഉറങ്ങാം. ഇനി ക്ഷേത്രത്തിലിരുന്നാണ് ഉറക്കം വളയ്ക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 6:30 ശേഷം അവിടുന്ന് തന്നെ ഭഗവാനെ കണ്ടു തൊഴുത് തീർത്ഥം മേടിച്ച് കുളിച്ച് വീട്ടിൽ വന്നിട്ട് കുളിച്ചാൽ മതി. അതിനുശേഷം അവരും ഉറങ്ങരുത്. ഉറങ്ങാതിരുന്ന്
പിറ്റേ ദിവസം, അതായത് നാളത്തെ ദിവസം പകൽ മുഴുവൻ സന്ധ്യയ്ക്ക് വീണ്ടും വിളക്ക് കത്തിച്ച് പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് നിങ്ങൾക്ക് ഉറങ്ങാം. അപ്പോൾ അതാണ് ശ്രദ്ധിക്കേണ്ടത്. അസുഖമുള്ളവർ ഇതുപോലുള്ള വലിയ കാര്യങ്ങളൊന്നും ചെയ്യരുത്. അവർ മരുന്ന് കഴിക്കുകയും ആവശ്യത്തിന് വിശ്രമമൊക്കെ എടുക്കുകയും വേണം. ഇതാണ് എല്ലാവരും ചെയ്യേണ്ടത്. പ്രാർത്ഥനയാണ് ഏറ്റവും മുഖ്യം. പരമാവധി സമയം പ്രാർത്ഥിക്കുക. നോട്ട് ബുക്കിൽ നമഃശിവായ, ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം 108 തവണ വെച്ച് പരമാവധി സമയം വീട്ടിലിരിക്കുന്നവർ എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് ഉറക്കം വരില്ല. അതുപോലെ സദ്ഗുരുവിൻ്റെ ലൈവ് കാണും. അത് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ പോയിട്ട് നോക്കിയാൽ മതി, ലൈവ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നിങ്ങൾ ഇരിക്കുക. അപ്പോൾ നമ്മൾ ഉറക്കം വരില്ല. അതൊക്കെയാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഷോർട്സ് കണ്ടമാനം ഞാൻ ഇട്ടിട്ടുണ്ട്. ആ ഷോർട്സ് വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ കുറേ സമയം നമ്മൾ ആ പാട്ടൊക്കെ കേട്ട് ഇരിക്കാനായിട്ട് പറ്റും. അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. അതല്ലാതെ വെറുതെ വർത്തമാനം പറഞ്ഞിരുന്ന് സമയം കളയരുത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് പ്രാർത്ഥിച്ച് ഇരിക്കുക. ക്ഷേത്രത്തിലിരിക്കുന്നവരാണെങ്കിലും അവിടെ ഇരുന്ന് മാറിയിരുന്ന് ഉറക്കമുളക്കുകയാണെന്ന് പറഞ്ഞിരുന്ന് കൂട്ടം കൂടിയിരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കരുത്. നാമം ചൊല്ലിക്കൊണ്ട് വേണം ഇരിക്കാനായിട്ട്. അത് പ്രത്യേകമായിട്ട് ആലോചിക്കുക. വെറുതെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങാതിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഫലമൊന്നും ലഭിക്കുകയില്ല. ഭഗവാൻ ഇപ്പം നമ്മൾ ഉറങ്ങിയാലും ഉറങ്ങിയില്ലെങ്കിലും ഭഗവാനൊന്നുമില്ല. പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പം അത് ചെയ്യാതെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കരുത് എന്ന് സാരം. ഹരേ കൃഷ്ണ.